ഹായ് ഗൈസ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അതെ, കുറച്ച് നാളായി അല്ലേ? അതെ, നമ്മൾ കുറച്ച് നാളായി ഇങ്ങനെ കറണ്ട് ഇവന്റ്സ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നല്ല കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് കറണ്ട് ഇവന്റ്സ്, ചുറ്റുപാട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു സിംഗിൾ ടോപ്പിക് അല്ല, കുറച്ച് ഇത് പല പല ടോപ്പിക്സ് ആണ്. അപ്പൊ എല്ലാം കാതോർത്ത് കണ്ണുകൂർത്ത് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഇപ്പം തിരുവനന്തപുരത്ത് ന്യൂസിലൊക്കെ നിൽക്കുന്ന മേയറിന്റെ കുറെ പരിഷ്കാരങ്ങളും മേയറിന്റെ കുറെ ധീരമായിട്ടുള്ള ഇടപെടലുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഇതാണ് നമ്മുടെ സ്പായിൽ വന്ന നിയന്ത്രണങ്ങൾ. അതെ, സ്പായിൽ വന്ന് സംഭവം ആദ്യം ഒരു ഇൻസിഡന്റ് തന്നെ പറയണം, അതിന്റെ എന്താണ് ഇതിലേക്ക് എത്തിച്ചെന്നുള്ളത്. അതായത് തിരുവല്ലയില് ഒരു സ്പാ, അവിടുത്തെ ഒരു സ്പായിൽ നടന്ന ഒരു ഇഷ്യൂ ആണ്. അവിടെ ഒരു പുള്ളിക്കാരി നിന്നപ്പോഴത്തേക്കും കുറെ ഗുണ്ടകൾ വന്നു. അവര് ഗുണ്ടാപിരിവ് എന്തോ 50,000 എന്തോ ചോദിച്ചു. അപ്പോ കൊടുക്കാത്തത് കൊണ്ട് പുള്ളിക്കാരി എല്ലാവരും കൂടെ കൂട്ട ബലാത്സംഗം ചെയ്തു, റേപ്പ് ചെയ്തു. സീരിയസ് ഇഷ്യൂ ആണ്. അത് ഭയങ്കര ചർച്ചയായിരുന്നു, ടിവിയിലൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പൊ അത് അവരാദ്യം കേസും കൊടുത്തില്ല എന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരി അങ്ങനത്തെ എന്തോ ഒരു സംഭവം കൊണ്ടാ വന്നു. അപ്പൊ ആ ഒരു എന്തുകൊണ്ട് ഇങ്ങനത്തെ അല്ല, ഈ പട്ടാപ്പകൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കേരളത്തിൽ അങ്ങനെ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു സംഭവം. ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുക എന്നുള്ളൊരു സംഭവം. അപ്പൊ അതൊരു സീരിയസ് ഇഷ്യൂ ആയിരുന്നു. അപ്പൊ അതിന് കുറച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ സ്പായിലെ കുറച്ച് ക്രമക്കേടുകളും സ്പാ നടത്തുന്നതിന്റെ ഉദ്ദേശവും അതിനെ കുറിച്ചുള്ള കുറച്ച് വിശദീകരണ സംഭവങ്ങളൊക്കെ. പിന്നെ ഈ ഒരു വിഷയത്തിന്റെ ചൂട് പിടിച്ച് കുറെ ഇങ്ങനെ സ്പായിന്റെ നിയന്ത്രണങ്ങളും, പിന്നെ ഈ വാർത്ത ഇതില് നമ്മൾ പറയുമ്പോഴ് ക്രോസ് മസാജിങ് പാടില്ല, അനുവദിക്കില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മേയർ, അതായത് തിരുവനന്തപുരത്താണ് മെയിൻ ആയിട്ട്. ഇത് നടന്നത് പത്തനംതിട്ടയാണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ വി രാജേഷ് മേയറാണ് ഇതിന് ആഞ്ഞടിച്ചത്. പുള്ളി ആദ്യമേ പറഞ്ഞ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയുന്ന രീതിയുടെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു, ഒരു റോങ് പോലെ തോന്നി. അതായത് ആണുങ്ങൾ സ്ത്രീകളുടെ മേൽ തൊടാൻ പാടില്ല, സ്ത്രീകൾ തിരിച്ചും പാടില്ല, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് അനുവദിക്കില്ല, അത് നമ്മളെ സംസ്കാരത്തിന് എതിരാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു സീരിയസ് ഇഷ്യൂ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ജനവികാരം മുതലെടുത്താണെന്ന് തോന്നുന്നു. അത് സീരിയസ് ഇഷ്യൂ ആണ്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ഇങ്ങനെ ഈ ഒരു സദാചാരം പോലെ ഫീൽ ചെയ്യും, ഒരു സദാചാരം ഫീൽ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ അങ്ങനെ തൊട്ടുവിടാ. പക്ഷെ ആ നടന്ന സംഭവം ഇതുമായിട്ട് അങ്ങനെ ഒരു ബന്ധം, അതാണ് സത്യം പറഞ്ഞാൽ അതൊരു ഗുണ്ടായിസം, ആ ഒരു സംഗതിയാണ് നടന്നത്. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു ഇത് ഗുണ്ടായിസവും പിന്നെ എന്തുകൊണ്ട് ഈ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നു, എന്തുകൊണ്ടാണ് ഈ ഗുണ്ടായിസം നടക്കാനുള്ള കാര്യം, ആ സംഭവമാണ് അന്വേഷിക്കേണ്ടത്. പക്ഷെ ഇത് വേറെ തലങ്ങളിലോട്ട്, ഇതിപ്പോ വേറൊരു രീതിയിൽ ഒരു സദാചാരം എന്നുള്ള രീതിയിലോട്ട് ആ ഒരു സംഭവം പോലെ. അവർക്ക് അധികാരം ആദ്യമായിട്ട് കിട്ടിയതാണ്, അപ്പം പവർ കാണിക്കണമല്ലോ. അല്ല, പുള്ളി മറ്റേ ഇവിടെ ചേങ്കോട്ടോണത്ത് ആ ഒരു പട്ടികളുടെ കുറച്ച് ഇഷ്യൂ അതൊക്കെ മാനേജ് ചെയ്ത് നന്നായിട്ട് മാനേജ് ചെയ്തു. വന്നതിന് ശേഷം കുറെ മാറ്റങ്ങളുണ്ട്. ആ വന്നതിന്റെ ഒരു പവർ കാണിക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ചേഞ്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഒരു നമ്മള് കേട്ടപ്പോ ഇതിന്റെ വർത്താനം. അല്ല, നമ്മള് വാർത്താ സമ്മേളനം കേൾക്കുമ്പോഴ് ആണുങ്ങൾ പെണ്ണുങ്ങളെ മസാജ് ചെയ്യുന്നതും തിരിച്ചു മസാജ് ചെയ്യുന്നതും അനുവദിക്കില്ല, ഇത് വേറൊരു നഗരത്തിന്റെ സംസ്കാരമായിട്ട് പോകും, അങ്ങനത്തെ രീതിയിൽ മെൻഷൻ ചെയ്ത് പറയുമ്പോൾ നമുക്കൊരു ഈ BJP തിരുവനന്തപുരം വേറെ ബാക്കി വേറെ സ്ഥലം പോലെ തിരുവനന്തപുരം കേരളത്തിലല്ലേ എന്നൊരു ഫീൽ. അതെ, അങ്ങനെ ഒരു ഫീൽ എന്ന് വെച്ചാൽ അല്ലാതെ തന്നെ ഈ തൊടാൻ പാടില്ല അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, ഒരു അങ്ങനെ ഒരു ഫീൽ തോന്നി. എന്താണ് ഉല്ലാസ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ പറഞ്ഞ പെട്ടുപോകുമല്ലോ. അല്ല, അത് എനിക്ക് കേട്ടിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു സദാചാര സംഭവം ഇങ്ങനെ നമ്മൾക്ക് മുകളിൽ കൊണ്ടുവരുന്നത് പോലെ ഒരു സാധനമാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ അയ്യം എന്നുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. മോശം അയ്യം അഴുക്കാന്ന് പറഞ്ഞ മോശം മനസ്സിലാക്കാണ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്പായില് കുറെ ഇല്ലീഗൽ സ്പായൊക്കെ ഉണ്ട്. അതായത് അവര് അതിന്റെ സ്പാ എന്ന പേരില്
വേറെ പല ആക്ടിവിറ്റികൾ അവിടെ നടക്കുന്നത് കേട്ടിട്ടുണ്ട്. മെജോറിറ്റി പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കേൾക്കുന്നത്. അപ്പം ആ ഒരു സംഭവം ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ പുള്ളി പറയണത് മറ്റേ ദേഹത്ത് തൊട്ടുവിടാ മറ്റേ തൊട്ടുവിടാ എന്നൊക്കെ പറയണത് അതിന് പകരം മറ്റന്നാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞേ കുറച്ചെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് പറയുന്ന ഒരു ഇല്ലീഗൽ ആയിട്ടും ലൈസൻസിന് അപ്പുറമായിട്ട് എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ പുള്ളിക്കാരൻ അത് പറയാം. പക്ഷേ നമ്മളത് കേൾക്കുമ്പോ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിക്കില്ല. ആണുങ്ങൾ ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളെ മസാജ് ചെയ്യുന്നതും ആണുങ്ങൾ പെണ്ണുങ്ങളെ മസാജ് ചെയ്യുന്നത് അത് അനുവദിക്കില്ല. ഇതെനിക്ക് പണ്ട് മറ്റേ മറൈൻ ഡ്രൈവിൽ ആ ഒരു സെറ്റപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത് ജനങ്ങൾ ഇതിന്റെ ഇത് മേയർ അടിപൊളി പണി തുടങ്ങി നല്ല ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ആണ്. പക്ഷെ അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയണം. കാര്യം ഇങ്ങനത്തെ കുറെ സംഭവം ഉണ്ട്. ഇല്ലീഗൽ ആക്ടിവിറ്റി അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ല. അതാണ് കുറച്ചുകൂടെ. അപ്പോഴിങ്ങനെ കേൾക്കുമ്പോ ഒരു BJP അധികാരത്തിൽ വന്നിട്ട് നമ്മള് കേൾക്കുമ്പോഴേ ഈ സംസ്കാരം വേറെ നഗരം പോലെ ആയി പോകുന്ന കേൾക്കുമ്പോ ഇനി ബീഫ് നിരോധനം വരുമോ എന്നുള്ളൊരു ഭയം. അത് വേറെ നഗരം അതെന്താണ് വേറെ നഗരം അതല്ലേ എല്ലാ ഒരു നഗരത്തിന്റെ ഐ മീൻ ഒരുമിച്ച് പോകേണ്ട എല്ലാരും ഒരേപോലെ അല്ലേ? അതെ. പക്ഷെ എന്തായാലും അത് ഒരിപ്പം എന്തായാലും വ്യാപകമായിട്ട് കുറെ സെർച്ച് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിലെന്തോ ഇപ്പം കഴക്കൂട്ടത്ത് മറ്റേ എനിക്ക് സെക്രട്ടേറിയറ്റിന്റെ അത് ഭയങ്കര ന്യൂസ് ആയിരുന്നു. സെക്രട്ടേറിയറ്റ് തൊട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ അത് അവിടെയും എന്തോ ഈവന്റ് നടന്നു. അവിടെ പെൺകുട്ടി ഇറങ്ങി ഓടുകയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് വന്ന പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ എന്തോ ചോദിച്ചു. അങ്ങനെ അവര് കംപ്ലൈന്റ് കൊടുത്തിട്ട് അത് അന്വേഷിക്കുന്നു. അങ്ങനെ നടന്നു. എന്തായാലും അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. അല്ല ഇപ്പം ഈ ക്രോസ് മസാജിങ് ഇങ്ങനെ ഭയങ്കര ഒരു ഇതുപോലെ ഇല്ലീഗൽ പോലെയാണ് പറഞ്ഞത്. സത്യത്തിൽ ഇല്ലീഗൽ ആണോ? അറിഞ്ഞൂടാ. അപ്പൊ ഈ ആയുർവേദ ചികിത്സയിലൊക്കെ ഈ മസാജിങ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിലെങ്ങനെയാണ് ഈ ആണുങ്ങളെ മാത്രമേ മസാജ് ചെയ്യൂ, പെണ്ണുങ്ങളെ മാത്രമേ മസാജ് ചെയ്യണം, അങ്ങനെയാണോ? കാര്യം നമ്മൾ മസാജ് ചെയ്ത് പോയിട്ടില്ല, ആയുർവേദ ഇതിലൊന്നും പോയിട്ടില്ല, മറ്റേലും പോയിട്ടില്ല. അതിനെ പറ്റി വലിയ അറിവില്ല. അതാ അറിയാന്നുള്ള ആരെങ്കിലും ഈ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോഴൊക്കെ ഇവര് ഇത് പഠിച്ച ആൾക്കാരാണ് അത് ചെയ്യുന്നത്. ലൈസൻസ് ഉള്ളവരാണ് ചെയ്യുന്നത്. ഈ സ്പാ ഇടുന്നതിനും അങ്ങനെ എന്തോ വേണം ലൈസൻസ് വേണം. അത് മസാജിനൊരു മെസ്സൂസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് തന്നെ സർട്ടിഫിക്കറ്റും അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ടെക്നീഷ്യൻ അല്ല ഇത് ചെയ്യുന്ന ആള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ലൈസൻസ് കൊടുക്കുള്ളൂ എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം റെയ്ഡ് നടത്തിയപ്പോ ഇങ്ങനെ ഇല്ലാതെ തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ വന്നായിരുന്നു. അല്ല അപ്പൊ അവരെ മാത്രമല്ലേ നിരോധിക്കുള്ളൂ, ബാക്കിയുള്ളത് അങ്ങനെയുള്ള കുറെ ഐ മീൻ നമ്മള് വണ്ടിയിലൊക്കെ പോകുമ്പോ തന്നെ മറ്റേ പോസ്റ്ററുകൾ കുറെ ഉണ്ട്. പഴയ ചെറിയ മറ്റേ പിങ്ക് കളർ പോസ്റ്റർ, ലോക്കൽ പോസ്റ്ററുകൾ ഇല്ലേ? അല്ല മറ്റേ നമ്മള് ചില വണ്ടി പറക്കി വണ്ടിയിൽ വെക്കും. വണ്ടിയിൽ മറ്റേ ചെറിയ കാർഡ് വെച്ചിട്ട് പോകും, തറയിലൊക്കെ ഇട്ട്. അതുകൊണ്ട് അതിന് കുറെ സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് അതൊക്കെ എനിക്ക് തോന്നുന്ന കുറെയൊക്കെ ഇല്ലീഗൽ സാധനങ്ങളൊക്കെ ആയിരിക്കും. അതിനൊക്കെയാണ് ഇപ്പൊ നിയന്ത്രണം വന്നിട്ടുള്ളത്. നിയന്ത്രണം വരുന്നത് അതിനൊക്കെ ഇല്ലീഗൽ ആയിട്ട് പറഞ്ഞാൽ അതിനൊന്നും കുഴപ്പമില്ല. ഈ ഒരു സദാചാരം പോലെ തോന്നി സദാചാരം കൂടെ ഇതിലോട്ട് ഉരുട്ടി തരുന്നതിന്റെ ഒരു പ്രശ്നം പുള്ളി പറഞ്ഞ ടോണിന്റെ അത് പുള്ളി പക്ഷെ പറഞ്ഞത് ഭയങ്കര ഇതായിട്ടാണ് പറഞ്ഞത്. അതിന്റെ ഒരു പ്രശ്നം അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ്സ് വെരി വെൽക്കമിങ് സാധനമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ കൊച്ചു ട്രിവാൻഡ്രത്ത് നടക്കുന്ന മാറ്റങ്ങൾ, തലസ്ഥാനത്തെ സ്ഥിതികൾ ഇങ്ങനെയാണ്. പക്ഷേ എനിവേ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കുറച്ചുകൂടെ നമ്മൾ ക്യൂരിയസ് ആണ് അവരെന്താണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഇങ്ങനെ വാർത്തയിലൊക്കെ കാണുമ്പോഴേ നേരത്തെ നമ്മൾ മേയറിന്റെ വാർത്താ സമ്മേളനമൊക്കെ കാണുമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന ഒരു അതോറിറ്റി വെച്ചിട്ട് പുള്ളി എന്തോ ഒരു മേയറാണോ അതോ മുഖ്യമന്ത്രിയാണോ എന്നൊക്കെ. ട്രിവാൻഡ്രം വേറൊരു രാജ്യമാണോ? തിരുവനന്തപുരത്ത് അനുവദിച്ച അങ്ങനെയാണോ? വേറെ എവിടെയും നടത്തിക്കോ, ഇവിടെ നടത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു ഷിഫ്റ്റിന് ചാൻസ് ഉണ്ട് ആൾക്കാർ മൊത്തത്തിൽ. എൻജോയബിൾ ടു വാച്ച്. അതെ. അപ്പോ ഗൈസ് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത അയൽ രാജ്യമായ കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്തൊരു തന്ത്രി അറസ്റ്റിലായിട്ടുണ്ട്. അതെ മുരാരി അത് സീരിയസ് സംഭവമാണ്.
പക്ഷേ പുള്ളിക്കാരൻ റീലിലൂടെയാണ് ഫേമസ് ആയത്. പ്രത്യേകിച്ച് ഈ മതസൗഹാർദ്ദം. മാപ്പിളപ്പാട്ട് ആ ഗാനങ്ങൾ പുള്ളി അങ്ങനെയൊക്കെ പാടി പുള്ളി ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ പോളിഷ് ചെയ്ത് പറഞ്ഞു. ഞാൻ ഇങ്ങനെ മനസ്സിൽ പോളിഷ് ഷുഗർ കോട്ട് ചെയ്ത് ഷുഗർ കോട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ക്യൂരിയസ് അല്ല ഒരു വെറൈറ്റി ക്യൂട്ട്നെസ് അങ്ങനെ. അതെ അതെ. അവിടെ എല്ലാരും പോയിട്ട് ഇത് ഒരു നമ്പൂതിരി, ഒരു തന്ത്രി മുസ്ലിം ഗാനങ്ങൾ, ഇസ്ലാമിക ഗാനങ്ങൾ നല്ല രീതിയിൽ പാടുന്നു. ഇപ്പോഴത്തെ നിലയിൽ മതങ്ങൾ തമ്മിലുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കുമ്പോ ഒരു പോറ്റി തന്നെ ഇതിനു വേണ്ടി ഇങ്ങനെ പാടുന്നു. മറ്റേ എല്ലാ മാലകളും ഇവിടെ ചന്ദനവും എല്ലാം ഇട്ടിട്ട് രാഹുൽ ഈശ്വർ കണ്ട ഒരു സെക്യുലർ സാധനം എല്ലാരും റിയാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. പുള്ളിയുടെ ഒരു ഇതാണ് പുള്ളിയുടെ ഫേമസ് ആയതും പുള്ളി ശ്രദ്ധ നേടിയതും ഈ ഇങ്ങനത്തെ റീൽസ്. പിന്നെ പുള്ളി എന്തോ ഐഫോൺ എന്തോ സാധനമൊക്കെ കാണിക്കണം, അങ്ങനത്തെ കുറെ പുള്ളി ഒരു ജോത്സ്യനാണ്. മറ്റേ ഒരു പുള്ളിക്കാരൻ ലോറിയുടെ അത് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനാണ്. പക്ഷെ അത് ഫെയിൽഡ് ഇതായിരുന്നു. പിന്നെ വേറൊരു ഇതുണ്ടായിരുന്നു, ഏതോ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയതിന്റെ ഇന്ന ദിവസം ഇത്ര മണിക്ക് വരുമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പിന്നെ എന്തോ തിരുവാതിരണം കണ്ട മോഷണം പോയത് ആരാണ് കൊണ്ടുപോയത്, അങ്ങനെ എന്തോ ഒരു. ഇതൊരു പ്രൊമോഷൻ അല്ല, നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്. അങ്ങനെയൊക്കെ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അതെ അതെ. അതെ, സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു മൈനറായിട്ടുള്ള കൊച്ച് ബാധ ഒഴിപ്പിക്കാനും കണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന 16 വയസ്സാണ്. അതെ, 16 വയസ്സുള്ള ഒരു കുട്ടീനെ അതിന്റെ അമ്മ ബാധ ഒഴിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു. ഈ സമയത്ത് ബാധ ഒഴിപ്പിക്കാൻ ഇങ്ങനെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരന്റെ അടുത്ത് കൊണ്ടുവരുന്നു. അപ്പം ഇങ്ങനെ ബാധ ഒഴിപ്പിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് മാറി എവിടെയോ പോണോന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട് പുള്ളിയുടെ ബെഡ്റൂം പോലത്തെ ഏതൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ വെച്ച് ഡ്രസ്സ് മാറ്റാനാണ് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടി പറ്റൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്ത് അവിടെ എന്തോ രക്തക്കറയൊക്കെ ഉണ്ട്, രക്തക്കറയുടെ പാടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പുള്ളിക്കാരി ഇറങ്ങി ഓടി അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പം അല്ല പുള്ളിക്കാരൻ പറഞ്ഞു കുട്ടിയുടെ ദേഹത്ത് ബാധയുണ്ട് തുടരുതെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഇറങ്ങി ഓടി, പിന്നെ പറയാ പുള്ളിക്കാരനും ഇറങ്ങി ഓടിയാണ്. പുള്ളി പുറത്തോട്ട് ഇറങ്ങി ഓടി. ഒരു മേഘ ക്ലൈമാക്സ് ആയിരുന്നു തോന്നുന്നു. പുള്ളി ഒളിവിലൊക്കെ പോയി, ഇപ്പം പിടിച്ച് ഫ്ലാറ്റിൽ നിന്നെന്തോ. അപ്പൊ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഈ കാലത്ത് ബാധ ഒഴിപ്പിക്കാൻ പോണെന്ന് പറയണത് ഒരു സീരിയസ് ആണ്. അതെ അതെ. 2026 അതും സർവമായ സിനിമ. സർവമായ സിനിമ ഏതാണ്ട് ഇതിനെ കുറച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കുറച്ച് ഈ ഒരു മന്ത്രങ്ങളും ഈ ബാധ ഒഴിപ്പിക്കലും കുറച്ചൊക്കെ ഒന്ന് പോളിഷ് ചെയ്തും എന്താ പറയണ്ടേ ഒരു മഹത്വവൽക്കരിക്കുന്നുണ്ടല്ലേ. പിന്നെ മറ്റേ സൈക്കോളജി സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ആ കുട്ടി അങ്ങോട്ട് പോകും, പക്ഷെ മാറിയില്ല. ഈ പുള്ളി അവിടെ ഇരുന്ന് മറ്റേ മന്ത്രവും ജപിച്ച് ഇത് ചെയ്തപ്പോഴത്തേക്കും അങ്ങനത്തെ രീതിയിലൊക്കെ കുറച്ച് ഒരു ഫണ്ണിന്റെ രീതിയിലാണ് കാണിച്ചത്. പക്ഷേ മൊത്തത്തിലൊരു ഇതൊരു റിയാലിറ്റിയാ. കേരളത്തില് ഇങ്ങനെ ഒരു വിശ്വാസത്തിനെ മുതലെടുക്കുന്ന ഒരു സംഭവം റിയാലിറ്റിയാണ്. അല്ല, ഇതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഇൻഷുറൻസ് ഉള്ളവർ അറിയാലോ, അങ്ങനെ കുറെ പേര് ഉണ്ട്. മറ്റേ നരബലി പോലെ മുമ്പും ബലിയിറത് നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ നടന്നത്. അപ്പൊ പിന്നെ പക്ഷെ എനിക്ക് ഈ സർവ്വമായുടെ സ്ഥാനത്ത് സർവ്വമായ കുറച്ച് ഗ്ലോറിഫൈ ചെയ്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പരിപാടിന്. പണ്ടത്തെ സിനിമകളിലൊക്കെ ഇതൊരു കോമഡി പീസായിട്ട് മാത്രമേ കാണിക്കാറുള്ളൂ അല്ലേ? അതേ കൂടി ഇപ്പൊ ആകാശഗംഗ അങ്ങനത്തെ പ്രേത പടങ്ങളിലൊക്കെ മാത്രം സീരിയസ് ആയിട്ട് ഇതില് ഇച്ചിരി അതിലെന്ന് പറഞ്ഞ സംഭവം ഒരു ചൂരല് കാണും, ചൂരലാണ് അടി കൊടുക്കും, അങ്ങനത്തെ രീതിയിൽ ഒരു കോമിക്കൽ രീതിയിലൊക്കെയാണ് അതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് പിന്നീട് ഒരു റിയൽ സർവമായിൽ വരുമ്പോഴ് അജു വർഗീസ് കുറെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി മറ്റേ കൊട്ടേഷൻ എടുക്കുന്നു. പുള്ളി എല്ലാ വീട്ടിലും പോയി
ബാധ ഒഴിപ്പിക്കുന്നു, അങ്ങനത്തെ രീതിയിലുള്ള ഒരു എന്ന് വെച്ചാൽ ഈ ഒരു ബാധ റിയൽ, ഈ ഒരു ജോബ് ഒരു റിയൽ മീൻസ് അതൊരു ഫാക്ട് ഉള്ള ജോബാണ് എന്നുള്ള സയന്റിഫിക് സൈഡ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ ഈ പാരാനോർമൽ ആക്ടിവിറ്റിക്ക്. എനിക്ക് അറിഞ്ഞൂടാ, ഇത് മാത്രമേ അറിയാം. അതിനെ കുറിച്ച് നമുക്ക് മാത്രം ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല. എന്നാൽ ഇങ്ങനത്തെ കുറെ മുതലെടുപ്പുകളുള്ള ഒരു മേഖലയാണ്. കാര്യം ആൾക്കാർ പറയുന്ന സാധനം നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്നതല്ലേ. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതൊക്കെ പേഴ്സണൽ ചോയ്സാണ്, നമുക്ക് പോയി ദൈവത്തിനെ പ്രാർത്ഥിക്കുക, അതൊക്കെ ചെയ്യാം. പക്ഷെ അതിന് ഈ ആൾക്കാർ മീഡിയേറ്റർ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ വിശ്വാസങ്ങളുടെ പേരിലുള്ള മുതലെടുപ്പ് കേരളത്തില് പണ്ടും എപ്പോഴും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു ജ്യോതിഷായാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ജ്യോതിഷത്തിനൊക്കെ നല്ല മാർക്കറ്റ് ഉള്ള ഒരു സംഭവമാണ്. ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര സംഭവമാണ്. അത് നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനും പറ്റൂല. മറ്റേ ഇത് പറഞ്ഞ പോലെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനും പറ്റൂല. ഫ്യൂച്ചർ മാത്രമല്ല പാസ്റ്റും തപ്പിയെടുക്കുന്ന സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നാഡി ജ്യോത്സ്യം അതുണ്ട്, ശരിയാണ്, അത് സത്യമാണ്. പഴയ ജന്മം അല്ല എന്ന് പറഞ്ഞാൽ നമ്മള് ജനിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തരായിരുന്നു, അത് പറയും. ഇനി അടുത്ത ദിവസം എന്തരായിരിക്കും, അതേ പറയും. നമ്മൾ ഇത്രയും നാൾ ജീവിച്ച കാര്യം ഒന്നും അറിയില്ല. അതുണ്ട്, അത് ശരിയാണ്, അങ്ങനെ ഉണ്ട്. മറ്റേ തത്തയിലും അത് തത്ത എടുക്കണ സെറ്റപ്പൊക്കെ ഉണ്ട്. അത് കൊറേ സെറ്റപ്പുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. തത്തയുണ്ട്, പറഞ്ഞ കണക്ക് താളിയോല എടുക്കുന്ന മറ്റേ കൈനോട്ടം. നമ്മളെ പറ്റിച്ച എന്നെ പറ്റിച്ച്, ദേവനെ പറ്റിച്ച്, എന്നെ പറ്റിച്ച്, പിന്നെ സീക്കനെ പറ്റിച്ച്, പിന്നെ മോഹശാസ്ത്രം എനിക്ക് പറ്റിയിട്ടുണ്ടോ സാർ? മറ്റേ വേളിയിലുണ്ടോ, കൊച്ചുവേളി, അവിടെ ഉണ്ട് ഒരു പുള്ളിക്കാരുണ്ട്. പക്ഷെ എനിക്ക് പുള്ളി ഇച്ചിരി വിശ്വാസം തോന്നി. അങ്ങനെ എന്താണെന്നറിയാമോ, പുള്ളി എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്റെ കാർഡ് നോക്കണം, അതിന് ക്യാഷ് കൊടുത്തു. അപ്പൊ എന്നിട്ട് പുള്ളി ഇങ്ങനെ കുറെ തത്ത എടുത്ത് കുറെ കാര്യങ്ങൾ. അപ്പൊ മോനെ സമയം ശരിയല്ല എന്ന് തന്നെ പറഞ്ഞു, കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. തത്തയെല്ലാം എടുത്തത് മോശമായിരുന്നു എന്നുവെച്ചാൽ ഉള്ളതിൽ ഏറ്റവും മോശം എടുത്തോണ്ട് വന്നു. ആ പുള്ളി കാണിച്ചിരുന്നു, ഫോട്ടോ പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു മോശം സ്ഥാനം. എന്നിട്ട് അപ്പൊ ഞാൻ വിട്ട് വേറെ കൂട്ടുകാരനോട് പൈസ കൊടുത്തു, അവനാണ് നിർബന്ധിച്ചത്. എന്നിട്ട് അവൻ പറയാം കൈയും കൂടെ നോക്കാൻ. സന്തോഷമായി, കരുണറിയാമോ, കരുണ്. അവൻ പറഞ്ഞു വേണമെങ്കിൽ ചേട്ടാ കൈയും കൂടെ നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ കൈ കൊണ്ടുവന്ന മോൻ എനിക്ക് കാശ് വേണ്ട, നിന്റെ കൈ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ സത്യസന്ധനായ മനുഷ്യനാണെന്ന് തോന്നുന്നു. ആ പൈസ വേണമായിരുന്നെങ്കിൽ പുള്ളിക്ക് പറയാൻ സത്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു വിശ്വാസം. അല്ല പൈസ വേണമെങ്കിൽ പുള്ളിക്ക് നോക്കിയിട്ട് പിന്നെയും പറയാറുന്നല്ലോ, വേണ്ടേ നോക്കിയിട്ട് ഒരു കാര്യമല്ല. ഇതില് എന്തൊക്കെയോ ശാസ്ത്രം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. എന്തൊക്കെയോ കണക്ക് കൂട്ടലുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശാസ്ത്രവും കൂടെ ഇത് മറ്റേ പോളിഷ് ചെയ്താണ് ഇതിൽ വെക്കണേന്നേ ഉള്ളു, അല്ലാതെ ഇതില് എന്തൊരു സയന്റിഫിക് ആയിട്ടൊന്നുമില്ല. ഇതൊരു ഫോർച്യൂൺ ടെല്ലറാണ്. ഇതൊരു ജസ്റ്റ് നമ്മള് സംഭവിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ അവര് വെറുതെ പറയും. എന്ന് വെച്ചാൽ എല്ലാവർക്കും സംഭവിക്കാൻ കാര്യങ്ങൾ കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങൾ. മുഖമൊക്കെ നോക്കിയിട്ട് ഇത്തിരി സന്തോഷമൊക്കെ ഉള്ളവനാണെങ്കിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറയാം. അപ്പൊ മുഖം നോക്കിയിട്ട് മോശം ഗതികെട്ട ഫീലിംഗ് ആണെങ്കിൽ അപ്പൊ പറയാം അപ്പോഴും നമുക്ക് നിനക്ക് ഒരു ആ ഒരു സ്പേസിലൂടെ കടന്നു പോകണമെങ്കിൽ പുള്ളിക്കാരൻ ശരിയാണെന്ന് പുള്ളിക്കാരൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര എഫക്റ്റ് ആവൂല. പക്ഷെ നമുക്ക് ശരിയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിശ്വാസം തെറ്റാണെങ്കിൽ നമ്മൾ അങ്ങനെ റിമെമ്പറും ചെയ്യും, ഇങ്ങനെ ഒരാൾ സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ. പക്ഷെ ഇപ്പൊ ഒരു കാര്യം അങ്ങേര് പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം സംഭവിച്ചെന്ന് വിചാരിച്ചു, അപ്പൊ നമ്മൾ പെട്ടെന്ന് അല്ല അവരൊരു 100 സംഭവം പറയുമായിരിക്കും, അതിൽ ചിലപ്പോ ഒരു 50 ചിലപ്പം എങ്ങനെയും ശരിയാവാൻ സാധ്യതയുണ്ട്. പ്രോബബിലിറ്റിയും കൂടെ കൂടുതലാണ്. അതെ, ഈ പ്രോബബിലിറ്റിയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് പരമായിട്ടാണ് അവർ കളിക്കുന്നത്. ട്രെയിൻഡ് ആയിരിക്കാനാണ് സാധ്യത. കുറച്ച് ചിലപ്പോ മോഹലക്ഷണം കണ്ടിട്ട് എടുപ്പിക്കാനൊക്കെ നേരത്തെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ശബ്ദം വെച്ചിട്ട് നിക്കും, 2 കൊട്ട് വെക്കുമ്പോ രണ്ടാമത്തെ കാർഡ് എടുക്കും. തത്ത കൊണ്ട് പിന്നെ ഇതില്ല ഉണ്ടല്ലോ മറ്റേ ഗിനിപ്പന്നി. അതുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ തത്തകൾ ഇപ്പം ചെയ്തു അപ്പൊ ഇതാക്കി എന്തായാലും അത് എന്തായാലും ഒരു മൃഗത്തിനെ കൊണ്ട് എടുപ്പിക്കാന്നുള്ളൊരു പരിപാടി. അത് മറ്റേ ലോകകപ്പിലും ഉണ്ടായിരുന്നില്ല ഒരു നീരാളി ഓക്ടോപ്പസ്, അതുണ്ടായിരുന്നു. എല്ലായിടത്തുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പിന്നെ ഒരു കൗതുകം, പ്രവചനം, അത്രേ ഉള്ളൂ. മറ്റേ നീരാളി എന്തെടുക്കും എന്നുള്ള ഒരു പ്രവചനം. അതൊരു 2012 ലോകം അവസാനിക്കുമെന്നൊരു വലിയ പ്രവചനം ഉണ്ടായിരുന്നു.
സിനിമ എന്തൊരു ഫെയിലായിരുന്നു. അത് സീരിയസ്ലി എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സിനിമ കണ്ടാ പേടിയാവും. അവിടെ ഭയങ്കര ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്. ലോക അവസാനം അവസാനിക്കും നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അതായത് 2012 പഠിക്കണോന്ന് ഒരാലോചിച്ചു. അല്ല ഇങ്ങനെ പറയും ആൾക്കാർ, ഇങ്ങനെ പറയും കുട്ടികളും ചർച്ച മായൻ കലണ്ടർ, പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറെ സംസാരമൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു ടൈമിലെ ഒരു താല്പര്യം അത്രേ ഉള്ളൂ. അങ്ങനെ എന്തായാലും നമ്മൾ മൂരാരിയുടെ കേസാണ് തത്വവഴി അങ്ങോട്ട് പോയി. പക്ഷെ അപ്പൊ ഈ പുള്ളി ഇതിന് മുന്നേ ഒരു തമ്മിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഈ പുള്ളി മറ്റേ നമ്മുടെ മെജീഷ്യൻ സാമ്രാജിനെയൊക്കെ പുള്ളി എന്തോ ഓം ക്രീം എന്ന് എന്തോ കൊണ്ടാ പറഞ്ഞു. ഈ എന്തോ ഒരു മാജിക് ആണെന്നതിന് മുന്നേ നമ്മൾ പറയല്ലോ ഓം ക്രീം എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പറയാൻ പാടില്ല, അതൊരു എന്താ വിശിഷ്ട വാക്കാണ്, മറ്റാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ പിടിച്ചു വരട്ടിയടാ. അതെനിക്ക് വിഷമമായി. അത് ഭയങ്കര മോശം. കടാബ്രം പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല അങ്ങനെയൊക്കെ ഇപ്പൊ പറയണ പണ്ട് തൊട്ടേ കേൾക്കണ സാധനമല്ലേ. നമ്മള് ബാലരമേല തന്നെ എത്ര പ്രാവശ്യം വായിക്കുന്ന സാധനം. അതൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഒരു ഹിന്ദുത്വവൽക്കരണം പോലെ അങ്ങനത്തെ രീതിയിലൊക്കെ ഒരു സംസാരം. നമുക്ക് അതൊന്നും പിടിച്ചില്ല, പ്രത്യേകിച്ച് നമ്മളെ സാമ്രാജ്യ അല്ലേ. അത് നല്ലൊരു മനുഷ്യൻ, ഹീസ് എ നൈസ് പേഴ്സൺ. ഭയങ്കര നല്ല രസമാണ് സംസാരിക്കും. നമ്മളന്ന് പോഡ്കാസ്റ്റില് വന്ന ടൈമില് നമ്മൾ വിചാരിച്ച ഒരു വ്യക്തിയെ അല്ല. നമ്മൾ വിചാരിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് ഭയങ്കര കടുംപിടുത്തമുള്ള മനുഷ്യനാണ്, പക്ഷെ ഭയങ്കര സ്വീറ്റ് മനുഷ്യനാണ്. അത് പുള്ളി ഇങ്ങനെ ആ ഒരു ഫിയർ ആ ഒരു സാധനം വരുത്താൻ വേണ്ടിയാണ് പുള്ളി പിന്നീട് നമ്മളത് എൻജോയ് ചെയ്യും. പിന്നെ പുള്ളിയുടെ ഒരു ഫയർ ഉണ്ട് പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോഡ്കാസ്റ്റിന് മുമ്പ് നമ്മള് പ്രീത് അഴിക്കോട് ആ ചേട്ടന്റെ നമ്മളെ മാജിക് കണ്ടിട്ടാണ് പുള്ളിക്ക് ഇംപ്രസ് ആയിട്ട് ഇതിലോട്ട് വരണമെന്നൊക്കെ തോന്നി. അതിനു മുമ്പ് നമ്മള് വലിയൊരു ഗസ്റ്റിനെ ഒന്നും മാനേജ് ചെയ്തിട്ടില്ല. ഇല്ല, സാമ്രാജ്യം വരുന്നു അങ്ങനെ ഒരു ഇതായി. പുള്ളി വന്നിട്ട് പുള്ളി വരണ ടൈമിൽ നമ്മൾ ഇരുന്നിട്ട് പുള്ളിക്ക് എന്താണ് സംസാരിക്കേണ്ടത് ആ ഒരു ഇതുണ്ട്. ഒരു ഷോമാൻ ആണ്, ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ ഷോമാൻ ആണ്. നന്നായിട്ട് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം, നമ്മളെയും ഒന്ന് എന്താ അതെ നമ്മളിങ്ങനെ നായിപ്പോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പുള്ളിക്കാരന്റെ ഐഡിയ പ്രത്യക്ഷപ്പെടുന്ന പോലെ മെസ്സേജ് ഒക്കെ അയച്ചു നല്ല പോലെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള. നമുക്ക് ഒന്നുകൂടെ വിളിക്കാം, ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് വീണ്ടും പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ അന്ന് മറ്റേ തമ്മിൽ അതില് പുള്ളിയുടെ ഒരു അതിൽ ഈ പുള്ളി മാത്രമല്ല കുറെ ഈ ബാബുസ്വാമി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കറുത്ത കോട്ടിട്ട് പുള്ളിക്കാരന്റെ പേര് മറന്നുപോയി, ചണ്ടാള. അത് വന്ന് പിന്നെ മറ്റേ അനന്തഭദ്ര എഴുതിയ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ആന്റി ഉണ്ടായിരുന്നു. ആന്റിയാണ് ഇരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയും. അതെ യാഥാർത്ഥ്യം. ടെററായിട്ടുള്ള ഒരു കണ്ണാടി വെച്ച ഒരാളുണ്ടായിരുന്നു, ഒരു തോക്കൊക്കെ പണ്ടെടുത്ത് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. പേരൊക്കെ ഓർത്ത് വെക്കാൻ പാട്. പണ്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു ഇവിടെ സെക്രട്ടേറിയറ്റിലൊക്കെ. ഹിമവല്ല അങ്ങനെ എന്തരമാണ് പേര്. എനിക്ക് തോന്നുന്നു ജഗതിയാണ്. ഹിമവൽ സ്വാമി മറ്റേ സിനിമ ഹിമവൽ തന്നെ കണ്ട പേരുണ്ട്. ജഗതി ഉണ്ട്, അത് ജഗതിയുടെ ക്യാരക്ടർ ഉണ്ട്. എന്റെ പൊന്നു മക്കളെ അപ്പൊ ഇവരും യുക്തിവാദികളും തമ്മിലുള്ള ഒരു സംഘർഷമായിരുന്നു ആ ഒരു എപ്പിസോഡ്. അത് കുറച്ച് കണ്ടിരിക്കാൻ കുറച്ച് പാടാണ്, കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെപ്പും. അത് ഈ മറ്റേ പുള്ളിയുടെ ശ്രീകണ്ഠൻ നായർ പുള്ളിയുടെ ഒരു ഹോസ്റ്റിംഗ് ഉണ്ടല്ലോ, പുള്ളി ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ഇവിടെ കുറച്ച് എണ്ണ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കില്ല. നല്ല എരുതിയിൽ എണ്ണ ഒഴിപ്പാ. അല്ല അതൊരു കണ്ടന്റ് ആണല്ലോ, അല്ല അവര് കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവരൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു, എന്തോന്ന് സോഷ്യൽ മീഡിയ
സമൂഹത്തിന് ആപത്തോ അതെ, അങ്ങനെ റീച്ചിന് വേണ്ടി ഈ ആ മരണം ബസ്സിൽ അത് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഇതും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ. എന്നിട്ട് ഇവര് ഇതിന്റെ ക്ലിപ്പൊക്കെ ടൈറ്റിൽ ചെയ്തണ കാണണം. എന്റെ പൊന്നോ, ഭയങ്കര ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള സാധനം. എന്നിട്ട് ഈ എപ്പിസോഡിന്റെ അവസാനം അടിയായി നമ്മുടെ സീക്രട്ട് ഏജന്റും സന്തോഷ് പണ്ഡിറ്റ്. അതുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു, അത് കുറച്ച് റീല്. അവര് അടിക്കെതിരെയാണ് ഈ ചർച്ച നടത്തിയത്. അതിപ്പോഴും ആദ്യത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, മറ്റേ ബസ്സിൽ ഇഷ്യൂ ഇല്ലേ, ആ ഒരു ടൈമിലാണ് ആദ്യം അതുണ്ടായിരുന്നു. ഞാൻ ഇതാണ് ഇത് സോഷ്യൽ മീഡിയ അത് തന്നെ. അല്ലെ ഓരോ ചർച്ചയിലും ഇങ്ങനെയാണ്, ഡെയിലി അടിയാ, ഫുൾ ടൈം അടിയാണ്. പക്ഷെ അവരൊരു ടീമായിട്ട് നിൽക്കേണ്ട ഒരു അവസാനം സോഷ്യൽ മീഡിയ സപ്പോർട്ട്. അത് പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് എന്തോ മറ്റേ മൂന്നാം ചാനൽ എന്നൊക്കെ കുറെ പറഞ്ഞു, അത് മോശമായി പോയി. ചാനൽ മാത്രം നല്ല ചാനൽ, ബാക്കിയുള്ളവരെയൊക്കെ പറയുന്നത്. പക്ഷെ അതിന്റെ കമന്റ് ഫുള്ള് സീക്രട്ട് ഏജന്റിനെ എതിരെയാണ് ഇട്ടേക്കുന്നത്. എല്ലാരും പുള്ളിക്കാരനെതിരാണെന്ന് തോന്നുന്നു. അല്ല, പുള്ളിക്കാരെ എടുക്കുന്നത് വേറൊരു കണ്ടന്റിന്റെ ഒരു ഇതെടുത്താണ് എടുക്കുന്നത്. പക്ഷെ ഒരു ടൈപ്പ് ഓഫ് കമന്ററി അതൊക്കെ നമുക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. അതൊക്കെ ലീഗലായിട്ട് തന്നെയാണ് ചെയ്യണത്. അത് എടുക്കാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. അത് പിന്നെ കുറച്ചൊരു റീച്ച് കിട്ടണം. അതുകൊണ്ട് ഈ പുള്ളിയുടെ ഇതിൽ വരുമ്പോഴത്തേക്കും കുറെ ആൾക്കാർ ഇതിനെ കുറിച്ച് അങ്ങനെയും കുറച്ച് സാധനം ഉണ്ട്. പുള്ളിനെ മൂന്നാം കിട എന്ന് പറഞ്ഞാൽ എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അതൊരുമാതിരി പുള്ളി എനിക്ക് തോന്നുന്നു ആ ഒരു അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞു പോയാണ് തോന്നുന്നത്. വീണ് പോയതായിരിക്കും. അല്ല, പുള്ളിയെ നമുക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ഇത് തിരിച്ചെന്തോ സീക്രട്ട് ഏജന്റ് തിരിച്ചു പറയും, നിങ്ങളത് കോമാളിത്തരമാണെന്നോ. അത് ഇഷ്ടപ്പെടില്ല. അതിന്റെ ഈഗോ ഹേർട്ട് ആവണതായിരുന്നു തോന്നുന്നു. പക്ഷെ അതും അല്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനൊരു എന്താ പറയാ, നമ്മുടെ ഇപ്പൊ ആറാട്ടണനോ അല്ലെങ്കിൽ അലിൻ ജോസോ ഒക്കെ കാണിക്കുന്ന പോലത്തെ ഒരു സാധനം തന്നെയാണ് പുള്ളി. അതിനേക്കാൾ അപ്പുറം വരുന്നു ആ ടൈമില്. ആ ട്രെൻഡും അത് ആ ടൈമില് കുറച്ച് ഇതുണ്ടായിരുന്നു. യൂട്യൂബ് ഒക്കെ കുറച്ച് കയറി വരുന്ന ടൈം ആയിരുന്നു. അതാണ് സോങ് ആണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഹിറ്റായത്. ഇങ്ങനത്തെ ഒരു ട്രോളിന്റെ ഒരു സിൽസില അതാണ് ഹിറ്റായത്. അതിനുശേഷം രാത്രി ശുഭരാത്രി അതാണ് സാധനം. അത് ആ ഒരു ആൽബമാണ് ഹിറ്റായത്. അത് കഴിഞ്ഞിട്ട് ഈ സിനിമ ഇറങ്ങാൻ പോണം എന്നുള്ള ഒരു ഇത്. അതെ, സിനിമ ഇറങ്ങാൻ പോണെന്ന് പറഞ്ഞു ഞാൻ പോയി കണ്ടു. ഞാനും അഖിലേഷൊക്കെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നും പൂരത്തെറിയ നമ്മളും വിളിക്കും. പക്ഷെ അതൊരു അഴിഞ്ഞാടാനുള്ള ഒരു സ്റ്റേജ്, നമ്മുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം തീർക്കുക അവസരം. അത് കുറച്ച് ദിവസം ഓടിയത്, പൈസ ഉണ്ടാക്കി. അത് ഓടിയടാ, കുറച്ച് ഓടി. അല്ലാതെ പുള്ളി പറയുന്നുണ്ടല്ലോ, പുള്ളി അടുത്തെങ്കിലും ആ ടൈമില് പുള്ളിക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് റവന്യൂ വന്നു. അപ്പൊ അങ്ങനെയാണ് യൂട്യൂബിൽ ഇത്രയും വലിയൊരു പണം വരുമെന്നൊക്കെ, ഇത്രയും പേര് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ആ ടൈമിൽ പറയുന്നുണ്ടായിരുന്നു പുള്ളി. അന്ന് യൂട്യൂബ് കുറെ നല്ല എമൗണ്ട് ഇപ്പോഴത്തെ പോലെ എനിക്ക് തോന്നുന്നു. മറ്റേ ഈസി ആയിട്ടുണ്ടായിരുന്നു. മറ്റേ ഈ മറ്റേ ഇന്ത്യയില് ഒരു പർട്ടിക്കുലർ എമൗണ്ട്, അമേരിക്കയിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട്, അങ്ങനെ അമേരിക്കൻ ആ ഒരു വേർഷൻ തന്നെയാണ് ഇവിടെയും. നല്ല പേയ്മെന്റ് കിട്ടും. ഇവിടത്തെ ആഡുകളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടത്തെ മാർക്കറ്റ് റേറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ കുറെ ചാനലൊക്കെ വന്നപ്പോഴത്തേക്കല്ല, അപ്പൊ ആ സമയത്തുള്ളവർക്ക് ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്തല്ലോ അതിന്റെ പൈസക്ക് ആയി. അപ്പൊ അത് അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്തിട്ടുള്ളൊരു അങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ആൾക്കാരുടെ ഒരു ഇത്. പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ട്, പുള്ളിക്ക് എവിടെ പോയപ്പോ ഒരു മുട്ടയൊക്കെ ചീമുട്ടയൊക്കെ എറിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഒക്കെ ഉണ്ടായിരുന്നു തുടക്കം. കുറെ ഹ്യൂമിലിയേഷനും ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുറച്ച് ഹ്യൂമിലിയേഷനും നേരിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി ചാരിറ്റി ഒക്കെ കുറച്ചൊക്കെ ചെയ്ത് കുറച്ച് പുള്ളിക്കാരന്റെ ഒരു ഇമേജ് കുറച്ച് മാറി. പിന്നെ ചാനൽ ചർച്ചകളിലൊക്കെ മലയാളി ഹൗസിൽ വന്ന് മലയാളി ഹൗസ് അല്ല, മറ്റേ ഇത് തന്നെ നമ്മൾ തമ്മിൽ തന്നെ ഈ പുള്ളി ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ തന്നെ പുള്ളി ഇങ്ങനെ ഒരു ഇരുന്നിട്ട് പുള്ളി എല്ലാവരും കൂടെ
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊമേഡിയൻസും ഈ മിമിക്രി അവരും വന്നിട്ട് പുള്ളിക്കാരനെ എല്ലാരും ഇട്ട് ടാർഗറ്റ് ചെയ്യുന്ന ടൈമായിരുന്നു. ആൾക്കാർ വിചാരിച്ച് ഇവര് വിചാരിച്ച് കാണും പുള്ളിക്കാരനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കൂടും, ആൾക്കാര് നിൽക്കുമോ. പക്ഷെ പുള്ളി യൂട്യൂബിൽ കാണുമ്പോ എല്ലാരും അങ്ങനെയല്ലേ പറയണം. പക്ഷെ തിരിച്ചടിച്ചു. അല്ല അതെന്ന് പറഞ്ഞാൽ കൂട്ടം കൂടി എല്ലാരും കൂടെ പുള്ളിനെ കൗണ്ടർ ഒക്കെ നല്ലതാണ്. പക്ഷെ അന്ന് തിരിച്ച് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് അത് മറ്റേ ഏതോ ഒരാള് എന്തോ എനിക്ക് ഔഷധ ഗുണം ഇല്ലാന്നും പറഞ്ഞിട്ട് ആ ഒരു സാധനം വെച്ചപ്പോഴത്തേക്ക് എടാ എന്നെ എന്തോ മലയാളി ഹൗസിൽ 5 ലക്ഷം രൂപയ്ക്ക് വിളിച്ചു, നിന്നെ എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പോഴത്തേക്കും അതിനുശേഷമാണ് കുറച്ച് മലയാളി ഹൗസ് വന്നപ്പോഴും പുള്ളി ഒരു പാവമായിരുന്നു. അപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു മലയാളി ഹൗസിന്റെ. ഇതെനിക്ക് ഈ ഫ്രസ്ട്രേഷൻ ടൈമിൽ കൗണ്ടർ അടി എങ്ങനെയാണ് അടപ്പിക്കും പുള്ളി. തിരിച്ച് പറഞ്ഞു അന്ന് നല്ലതായിട്ട് ഫൈറ്റ് ചെയ്ത്. അന്ന് പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആ ഒരു ഫിസിക്ക് അതിനെയൊക്കെ കുറെ കളിയാക്കുമായിരുന്നു. ബാബുരാജൊക്കെ കളിയാക്കിയിട്ടുണ്ട്. ബാബുരാജൊക്കെ അന്ന് കുറെ എന്തൊക്കെ അന്ന് ആ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 2010 ആ ടൈമാണ്. ആ ടൈമില് മറ്റേ മലയാള സിനിമയൊക്കെ ഭയങ്കര എല്ലാ കൂറ പടങ്ങളാണ് ഇറങ്ങുന്നത്, മനസ്സിലായില്ല. തിയേറ്ററിൽ പോകില്ല. ആ ടൈമിൽ ഒരു ഇപ്പോഴും കാണുന്ന പോലെയൊന്നും അല്ലായിരുന്നു, കൂതർ പടങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോഴും ആ ടൈമിലാണ് ആൾക്കാർ വന്ന് ഇതൊരു റിബൽ സാധനം പോലെ ഈ സാധനം വന്നിട്ട് എല്ലാരും ഇതിരി കയറി. അങ്ങനെയാണ് ഈ ഒരു സാധനത്തിന് ഓളം വന്നത്. അല്ല പുള്ളി ഒറ്റയ്ക്ക് തന്നെ ഡയലോഗ് രസമാണ്. ടൈഗർ ബിസ്ക്കറ്റ് രസമാണ്. പുള്ളി ക്യാമറ വെച്ച് ബാക്കിയെല്ലാം ചെയ്യും, ലിറിക്സും എല്ലാം. കഥ, തിരക്കഥ, സംഭാഷണം, പാട്ട്, എല്ലാം. വേറെന്തൊക്കെയോ ഉണ്ടല്ലോ, എഡിറ്റിംഗ്. അതും ചില്ലറ കാര്യമില്ല. പിന്നെ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്ത് ചെറിയ കാര്യമല്ല. പക്ഷെ ആ സിനിമ ഇങ്ങനെയാണ്. പക്ഷെ സിനിമയുടെ ഒരു പിറകിലുള്ള ആ സിനിമയുടെ സക്സസിന്റെ പിറകിലുള്ള സ്റ്റോറി ഏതാണ്ട് ഇതായിരുന്നു. അപ്പൊ പുള്ളി ബാക്കിയുള്ളവരെ 3-ാം കിട എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ തമ്മിൽ ചർച്ചയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്നത് ഇപ്പൊ ഇതിവിടെ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ തമ്മിൽ ചർച്ചയ്ക്ക് ബാബുസ്വാമി ഇല്ലേ, ബാബുസ്വാമി നമ്മുടെ നാഗചൈതന്യ ദേവിയുടെ പേര് പറയാത്തോണ്ട് പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്ത്, വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്ത്. പുള്ളിക്കാരി അങ്ങനെയല്ലേ ഫേമസ് ആയത്. ഇല്ല പറഞ്ഞില്ലെന്നോ. ഡയലോഗ് പറഞ്ഞു, പുള്ളിയുടെ പേരെടുത്ത് ബാബുസ്വാമി ഫേമസ് ആവാൻ കാര്യം ഞാൻ ഒരു പരിഷ്കരിച്ചെന്ന് ഇതാക്കി എനിക്ക് വായിക്കൊള്ളുന്ന ചൈതന്യമുള്ള മോഹം അത് പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. ചൈതന്യ സൈരന്ദ്രി അങ്ങനെ എന്തോ ബ്ലോക്ക് ചെയ്താ ബ്ലോക്ക് ചെയ്തു. ഓ അങ്ങനെയൊക്കെ നടന്നു. ഇതിപ്പോ വേറെ തലങ്ങളിലും പുള്ളിക്കാരിയും വിളിക്കായിരുന്നു. പുള്ളിക്കാരിയും വരുമോ വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഹാൻഡിൽ നല്ല പാടായിരിക്കും, അറിയില്ല, നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ തമ്മിൽ എന്നാണ് പേര്. നമ്മൾ തമ്മിൽ ഇതിയുടെ 24 തമ്മിൽ അതാണ്. ആ ഒരു ചാനൽ വഴിയാണ് ഈ സ്വാമി ഒരു കുറച്ചുപേര് അറിഞ്ഞു. അല്ല ആ ഒരു സ്റ്റേജ് ആക്ച്വലി അവർക്ക് കൊടുക്കുമ്പം ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ചെയ്യുമ്പം അത് പ്രൊമോഷനാണ്. കാര്യം ഇവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഉള്ളതായിരിക്കും വിചാരിക്കും, നമുക്കറിയില്ലല്ലോ. ഒരു ഡിബേറ്റ് ആണല്ലോ അവര്. എനിക്ക് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇവര് ശരിയല്ല എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതെന്ന് തോന്നുന്നത്. അല്ല ഈ ഒരു എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് രണ്ടും കൂടെ തമ്മിൽ അടികൂടാനുള്ളൊരു രണ്ടും കൂടെ തമ്മിൽ അടി കൂടുക, വ്യൂസ് കൂടുക, പരസ്യം വിൽക്കുക. ബാബുസ്വാമിയൊക്കെ വിളിച്ച് എനിക്ക് തോന്നുന്ന ഒരു ഫേസ് വാല്യൂ ഉള്ളതുകൊണ്ട് ബാബുസ്വാമിക്ക് ഒരു ഇതുണ്ട്, ഒരു പുള്ളിക്കാരൻ അങ്ങനെ വലുതായിട്ട് സംസാരിച്ചൊന്നും. പുള്ളിക്കാരൻ ഭയങ്കര മറ്റേ ഫേമസ് സ്വാമി അല്ലായിരുന്നല്ലോ. ആ ട്രോളിന് ശേഷമാണ് പുള്ളി. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അങ്ങനെ വലിയ മറ്റേ വലിയ അജണ്ട ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ജോലിയൊക്കെ ചെയ്തിട്ട് ചില്ലാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഇരുന്നത്. പക്ഷെ ഈ പുള്ളിയൊക്കെ വന്നിട്ട് മറ്റേ ഇങ്ങനത്തെ കുറെ ഈ മുരാരി തന്ത്രി, ഈ പുള്ളി വന്നിട്ട് സംസാരിക്കണൊക്കെ ഒരു ബിസിനസ്, ഐ മീൻ
പുള്ളിയുടെ സംഭവങ്ങൾ ഭയങ്കര സംഭവമാണ്. സംഭവമാണ്. കിടിലമാണ്. ഞാൻ ഇങ്ങനെ പ്രവചിച്ചു, ഇത് നടന്നു, ഞാൻ ഇത് ഇയാളാണെന്ന് പറഞ്ഞു, ഇത് ചെയ്തു, അങ്ങനത്തെ രീതിയിൽ പുള്ളിയെ തന്നെ അങ്ങനെ മാർക്കറ്റ് ചെയ്തു. പുള്ളി എന്തോ ഇതൊക്കെ വേണമെങ്കിൽ പുള്ളി ലൈവായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. പുള്ളിനെ പിടിച്ചത് ലൈവായിട്ട്. പക്ഷെ ഇത് വ്യത്യാസമുണ്ടല്ലേ, സ്വാമി തന്ത്രികൾ അങ്ങനെ അതൊരു ഇതിന്റെ ഒരു വ്യത്യാസമുണ്ട്. സ്വാമികളെന്ന് വെച്ചാൽ അത് സ്വയം പ്രഖ്യാപിത സാധനങ്ങളല്ലേ. സ്വാമി ആർക്ക് വേണമല്ലോ ആവാം, പക്ഷെ തന്ത്രി എനിക്ക് തോന്നുന്നു എക്സാം അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ തോന്നുന്നു. കേട്ടുള്ളത് ദേവസ്വം ബോർഡ് റിലേറ്റഡ് സാധനത്തിന് എല്ലാത്തിനും അതിനെന്തൊക്കെ അങ്ങനത്തെ ഉണ്ട്. പിന്നെ താന്ത്രിക് കുടുംബം വഴിയുള്ള തലമുറയായിട്ട് കൈമാറി വരുന്ന. പിന്നെന്തോ ഈ തന്ത്രിയാണ് കേരളത്തിൽ തന്ത്രിയാണ് ടെമ്പിളിലെ ഏറ്റവും ഹയസ്റ്റ് അത് ഈ മന്ത്രിയാണല്ലേ പറയുന്നത്. മന്ത്രിയാണ് കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് പ്രീസ്റ്റ് അവരാണ്. പിന്നെയാണ് ശാന്തി, ഇവരൊക്കെയാണ് ഈ പൂജ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടുള്ളത്. ഈ തന്ത്രി എന്ന് പറയുന്നവർ എല്ലാരും കുറെ അമ്പലങ്ങൾ കാണും അവർക്ക്. അമ്പലത്തിൽ എന്തെങ്കിലും മെയിൻ സംഭവം ഉണ്ടെങ്കിൽ പുള്ളിയാണ് വിളിച്ച് മെയിൻ ആള് അതാണ് ഈ തന്ത്രി. അതാണ് പറയുന്നത്. പിന്നെ ഈ ബിഷപ്പ് ഒക്കെ പോലെ ആർച്ച് ബിഷപ്പ് പോലെയൊക്കെ തന്നെ. അതെ. അപ്പൊ അതിൽ ഈ പുള്ളി സ്വന്തമായിട്ട് പേരിട്ടാണെന്ന് തോന്നുന്നു, മുരാരി തന്ത്രി. അതും ബാബുസ്വാമിയാണ്. അല്ല, ഈ സ്വാമി ഇടാത്തതിന്റെ കാര്യം അതാണെന്ന് തോന്നുന്നു. ഇപ്പം മാർക്കറ്റിങ്ങിന് കുറച്ചുകൂടെ നല്ലത് തന്ത്രി എന്നുള്ള പേരാണ്. പിന്നെ കുറച്ച് ഈ പൂണൂലിന് ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു മാർക്കറ്റ് ഉണ്ട്. അത് കാണുമ്പോ കുറച്ചുകൂടെ നമുക്ക് വിശ്വാസ്യത വരും. അപ്പൊ അതൊക്കെ അങ്ങേര് മനഃപൂർവ്വം ചെയ്തതാണ് തോന്നുന്നു. പുള്ളിക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അല്ല, പുള്ളിക്കാരൻ ഓട്ടോ ഡ്രൈവർ എന്തോ ആയിരുന്നു. അത് ഒരു ചാനലിൽ ഇങ്ങനെ അവര് പോയി ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒക്കെ തപ്പുമ്പോ ഇങ്ങനെ നാട്ടുകാർ പറയും പണ്ട് ഇവിടെ ഇങ്ങനെ ഓട്ടോ ഒക്കെ ഓടിച്ച് നടന്ന ആളാണ്. പിന്നീട് എന്തോ കുടുംബ അമ്പലത്തിൽ അല്ല അവിടെ ഏതോ ഒരു അമ്പലത്തിൽ ഇങ്ങനെ സഹായിയായിട്ടൊക്കെ കൂടി അങ്ങനെ എന്തോ കയറി വന്നതാണ്. അപ്പൊ അല്ലേ, എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചെക്ക് ചെയ്യാതെയാണ് അവര് ഈ തമ്മിൽ പരിപാടിക്ക് കൊണ്ടുവന്നത് അല്ലേ. എന്നിട്ട് അവർക്ക് ഈ ഒരു സ്റ്റേജും കൊടുത്ത് അവരെ സംബന്ധിച്ചിട്ട് ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരെ കൊണ്ടുവരാന്നുള്ള ഒരു സംഭവം ആയിരിക്കും. പക്ഷെ അവര് മറ്റേ വിശ്വാസം വിൽപ്പനയ്ക്കോ ഒന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു ഇത് സ്റ്റേജ് കൊടുക്കുമ്പോ ഇവർക്കാണെങ്കിൽ ഭയങ്കര ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റണ വാക്ചാതുര്യം ഉള്ളവരാണ്. കാരണം പ്രസന്റേഷനിൽ അവര് വീഴ്ത്തിക്കളയും. കാരണം ഇത് പിന്നെ പ്രൂവ് ചെയ്യില്ലെന്നുള്ള സാധനം ഇല്ലാന്ന് വീണ്ടും പ്രൂവ് ചെയ്യണത് ഭയങ്കര പാടല്ലേ പറ്റൂല ഇല്ലാത്തൊരു സാധനം. ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യവും കഴിഞ്ഞ ജന്മത്തിൽ നടത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനു പറയാൻ പറ്റും. ഒന്നാമത് പിന്നെ നമ്മൾക്ക് ഈ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ പോണ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം വരാൻ പോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ കൂടും. അതിന് നമുക്ക് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് വരാനുള്ള സാധനമാണ്. അതെ, ഇതൊരു എന്ന് വെച്ചാൽ ഈ അന്ധവിശ്വാസമാണ്. ഇതൊരു വിശ്വാസം, അന്ധമായിട്ടുള്ള കുറെ വിശ്വാസങ്ങളും അതില് ബിസിനസ് പരമായിട്ട് അവർ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് വീണ്ടും പ്രൊമോട്ട് ചെയ്യണം. ഇപ്പൊ തന്നെ ഇപ്പൊ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഈ ആസ്ട്രോളജി പരമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്പോഴത്തെ ജനറേഷനാണ്. പണ്ടത്തെ ജനറേഷനാണ് ഇതിന് ഭയങ്കര കീഴ്പ്പെട്ട് കിടക്കുന്നത് പറയും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതെ. അപ്പോഴേ ഒരു അന്ധവിശ്വാസം വീണ്ടും ഒരു പാക്കറ്റിലാക്കിയിട്ട് ഒരു പുതിയൊരു പതിപ്പ് കൊടുത്തിട്ട് അങ്ങ് കൊണ്ടുപോയിക്കുകയാണ്. അത് ഈ ഇതില് യൂട്യൂബിലൊക്കെ അഡ്വർടൈസ്മെന്റ് വേറെ ഇപ്പൊ കയ്യിൽ ഫോട്ടോ ഒക്കെ എടുത്ത് മറ്റേ ഫ്യൂച്ചർ അങ്ങനെ എന്തൊക്കെയോ അങ്ങനത്തെ മറ്റേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സംഭവം പോലെ ഈ ഒരു ഇതും മാർക്കറ്റ് ചെയ്യാൻ. അതിന് ഈ ഇൻഫ്ലുവൻസേഴ്സ്, ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. അന്ധവിശ്വാസം പടർത്താൻ വേണ്ടി അവര് ഇട്ടുകൊടുക്കുക. പൈസ കിട്ടുക എന്നുള്ളൊരു സംഭവമില്ലേ, പ്രൊമോഷൻ അല്ലേ. പ്രൊമോഷൻ തന്നെ, എന്നാലും അവർക്ക് റെസ്പോൺസിബിലിറ്റി വേണം. ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു അന്ധവിശ്വാസം അല്ലേടാ. അല്ല, നമ്മളിപ്പം മറ്റേ ഹെയർ കെയർ പ്രോഡക്റ്റ് മറ്റേ പ്രോഡക്റ്റിനൊക്കെ കുറച്ച് ഇത് വേണം, കൺഫർമേഷൻ ഒക്കെ വേണോന്നൊക്കെ പറയും. ഇതിനെന്തൊരു കൺഫർമേഷൻ? ഇപ്പൊ നമുക്ക് വരെയാണ് നല്ലൊരു എമൗണ്ട് തരാം, ചിലപ്പോ നമ്മൾ പാസ്പോർട്ട് ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് അല്ല, അങ്ങനെ പൈസ കൊടുക്കുമായിരിക്കും. അല്ലാതെ നല്ല എമൗണ്ട് അതാണ് ഇതിനൊക്കെ നല്ല എമൗണ്ട് കൊടുക്കൂടാ. പക്ഷേ പണ്ട് മറ്റേ എവര് കൊടുക്കുമായിരുന്നല്ലോ,
നമ്മൾ കുറെ ഡ്രീം 11 പോലത്തെ സാധനങ്ങൾ അതിന് നല്ല പൈസ കിട്ടും. ബെറ്റിംഗ് ആപ്പ് കുറെ ഉണ്ടായിരുന്നു. അതേപോലത്തെ സാധനം തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് വന്നാ ഇതിനെപ്പറ്റി നല്ല വിമർശിച്ചിട്ടില്ലേ, ഇനി നമ്മളൊന്നാലും എടുക്കൂലല്ലോ. അടുത്ത സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആടാ നമ്മളെ ഒരു ഇത് വെച്ചിട്ട് ഇതൊക്കെ ഇനി 1 കോടി തരാന്ന് പറഞ്ഞാലും എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു വാല്യൂ തന്നെ കുറയുള്ളൂ. കുറച്ച് പൈസ ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷെ സെപ്പറേറ്റ് ചാനൽ തുടങ്ങാം. എന്തായാലും രക്ഷപ്പെടാനുള്ള ചാൻസുകളെല്ലാം നമ്മൾ അടച്ചു. അടുത്ത വരണ ഈ പ്രൊമോഷന് വേണ്ടി ഒരു ചാനൽ തുടങ്ങാം. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും നമ്മൾ അടച്ചു. 1 കോടി ആണെങ്കിൽ വേറൊരു ചാനൽ തുടങ്ങുന്നത് തെറ്റില്ല. 1 കോടി കിട്ടുകയാണെങ്കിൽ എവൻ തന്നെ എവൻ തന്നെ ഉണ്ണിയൊക്കെ ഒട്ടിച്ച് വേഷം മാറിയൊക്കെ ഇരിക്കും. വേണമെങ്കിൽ മാപ്പിള പാട്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞത് ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ല. എന്നുവെച്ചാൽ ഈ ആസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു എന്താ പറഞ്ഞ ഒരു അന്ധവിശ്വാസവും ഒരു ഫോർച്യൂൺ ടെല്ലർ പോലത്തെ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ദൈവവിശ്വാസം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അതിന് ഈ നടുക്ക് വേറൊരാൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതെനിക്ക് മനസ്സിലാകത്തത്. ഈ എവരാണ് പിന്നെ അവിടെ പോയി ഈ പൂജ ചെയ്താൽ മതി, മറ്റേ പൂജ ചെയ്താൽ മതി, ഇത് പൂജ. ഇതിപ്പോ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുക, ആ ഒരു ഇതില് എല്ലാം ഓക്കെ ആവും എന്നുള്ള രീതിയിൽ അങ്ങ് ഹോപ്പ്ഫുള്ളി നടക്കുക. അല്ലാണ്ട് ഇത് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറയുന്നതൊക്കെ കുറെ ബിസിനസ് പരമായിട്ടുള്ള സാധനമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മള് 4 പേരും ഈ പറഞ്ഞ കണക്ക് ഇതില് വിശ്വാസം ഇല്ലാത്ത ആളാണ്. ഒരു വിശ്വാസം ഞാൻ വിശ്വാസിയാണ്. ഇതിലൊക്കെ വിശ്വാസം ഇല്ല. ദൈവവിശ്വാസം അല്ല, ദൈവവിശ്വാസം അത് ഒരിക്കലും ദൈവവിശ്വാസമല്ല, ആൾ ദൈവത്തിലൊക്കെ വിശ്വാസം അതൊന്നുമില്ല. അങ്ങനെ ഒരു ഒരാളോട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ പറ്റി ഡിബേറ്റ് ചെയ്യാം. ഈ ആൾ ദൈവം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ നടക്കുന്ന വലിയൊരു ബിസിനസ്സാണ്. ഭയങ്കര കേരളത്തിൽ ചിലപ്പം അത്ര സക്സസ്ഫുൾ ബിസിനസ് ആയിരിക്കില്ലായിരിക്കും, പക്ഷെ ഓൾ ഇന്ത്യ ലെവലിൽ വലിയൊരു ബിസിനസ്. അതിലൊക്കെ കൊച്ചു പയ്യന്മാര് എവനെ എന്ന് വെച്ചാൽ 25-24 വയസ്സുള്ളമാര് വരെ ഇപ്പൊ ബാബയെ ഞാൻ ഇങ്ങനെ റെഡിറ്റിലൊക്കെ കണ്ടതാ. ഒരാള് ഭയങ്കര യങ് ആയിട്ടുള്ള ഒരാളാ. അയാള് വന്ന് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഹിന്ദിയിലാണ് പറയണം, മനസ്സിലാവണില്ല. എന്തോ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. എന്നിട്ട് ഏതൊരു ഒരു പൊടി കൊച്ച്, അവനാണെങ്കിൽ കുനിയാനൊന്നും അറിഞ്ഞൂടല്ലോ, ദൈവമാണെന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഒറ്റയടി. അല്ല, അവൻ കാല് തൊട്ട് തൊഴാൻ എന്താ കണ്ട പറയാ, അവനെ തൊട്ട് തൊഴാനൊന്നും പറയാ. അവൻ ഇങ്ങനെ ഒറ്റയടി കാല് തൊട്ട്. അല്ല, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ മറ്റേ പുള്ളി നിത്യാനന്ദ് ചൈതന്യ മറ്റേ അങ്ങനെ സ്വന്തമായിട്ട് രാജ്യമൊക്കെ സ്വന്തം കറൻസി ഒക്കെ ഇറക്കുന്നത്. നമ്മൾ ആക്ച്വലി പറയുന്ന ഈ ദൈവങ്ങളുടെ എവരാണ് ദൈവം എന്നുള്ള രീതിയിൽ കുറച്ച് സ്വയം ദൈവമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് എത്ര കണ്ടാലും എനിക്ക് മനുഷ്യന്മാരായിട്ട് തോന്നുന്നുള്ളൂ, ദൈവമായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് രീതി അത് ഭയങ്കര ബൂമിങ് ബിസിനസ്സാണ്. അല്ല, അതിപ്പോ എനിക്കും വിശ്വാസമുള്ള ആളാണ്, പക്ഷെ എനിക്കും അങ്ങനെ ഇതൊരു അന്ധവിശ്വാസം പോലെയാണ്. പിന്നെ ബാധയൊക്കെ ഒരു അത് ഇപ്പൊ ഭൂരിഭാഗമുള്ള വിശ്വാസികളും അത് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല, അന്ധവിശ്വാസികളല്ല. ഭൂരിഭാഗം എന്ന് പറയാൻ പറ്റൂലെങ്കിൽ അങ്ങനെ ഈ ബാധ പിന്നെ ഈ തീസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേര് അമ്പലങ്ങളിൽ പോവുക, പൂജിക്കുക, അങ്ങനെയുള്ള അവർക്ക് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വിശ്വാസം ഉള്ളവരെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഈ ബാധ ഒഴിപ്പിക്കൽ എന്നുള്ള രീതിയിൽ മന്ത്രവാദം അങ്ങനത്തെ രീതിയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ടോന്ന് എനിക്ക് അറിയാം. ജ്യോതിഷമൊക്കെ നോക്കുന്നവരോ മാക്സിമം ജ്യോതിഷം വരെയൊക്കെ മാക്സിമം മറ്റേ കല്യാണത്തിന്റെ ഇത് ചെയ്യുക, പിന്നെ പാലുകാച്ചിന് ടൈം കൊടുക്കുക, സമയം നോക്കുക, രാഹുകാലം, കേതു, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളൊക്കെയാണ് ഭൂരിഭാഗം പേര് അതുവരെയൊക്കെയാണ് മാക്സിമം ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ടുള്ളവരാണ് പിന്നെ ഈ അതും കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രീം ആയിട്ടുള്ളത് കൂടോത്രം. അല്ല, അത് കഴിഞ്ഞിട്ട് പൂജകൾ ചെയ്യുന്നത്, വീട്ടില് പൂജകൾ ചെയ്യും, അങ്ങനത്തെ ഒരു. പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഈ കൂടോത്രം പോലുള്ള സാധനങ്ങൾ, അതൊക്കെയാണ് എക്സ്ട്രീം ആയിട്ട് പോകുന്നത്. പിന്നെ മന്ത്രവാദം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാധ. പക്ഷെ ബാധ എന്നുള്ള ഒരു സാധനം സർവമായിൽ കാണുമ്പോൾ ഒരു ഫിക്ഷണലൈസ് തോന്നുന്നു, പക്ഷെ ഇപ്പോഴും അത് പലയിടത്തും ആൾക്കാർ കൊണ്ടുപോകുന്നു, ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. അതൊക്കെ ഒരു ചൂഷണമാണ്. ഒരു എന്ന് വെച്ചാൽ ഈ ഒരു ബാധ ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് അവന്റെ
മെന്റൽ ഇൽനെസ്സോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ആയിരിക്കും. എന്തെങ്കിലും മെന്റൽ ഇൽനെസ്സോ അതായിരിക്കും. പിന്നെ നമ്മള് ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂ ഉള്ള ഒരാളിനെ കൂടെ വിശ്വസിപ്പിക്കുകയാണ്, ഇയാൾക്ക് എന്തോ പ്രേതബാധ ഉണ്ട് എന്നുള്ള രീതിയിൽ. അല്ല, ആ കുട്ടിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം കുട്ടിക്ക് കാര്യം മനസ്സിലായില്ല. പുള്ളിക്കാരി അതല്ല പുള്ളിക്കാരി ഇറങ്ങി ഓടിയത്. അപ്പൊ അത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിനൊരു ഡ്രോമ ഇല്ലേ അത് trauma. ഇങ്ങനെ ഒരു പണ്ടത്തെ എനിക്ക് അറിഞ്ഞൂടെ ഇവരെങ്ങനെയാണ് ഈ ബാധ ഒഴിപ്പിക്കണം എന്നുള്ള പ്രോസസ്. സിനിമയിലെ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ ഫിസിക്കൽ അബ്യൂസ് ആണ്. അപ്പൊ അതൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാ ഒരു മനുഷ്യന്. അതെ അതെ, അടി കൊടുക്കുമ്പോഴും ബാധ ഒഴിഞ്ഞു പോകും. അടിച്ച് ശരിയാക്കുക എന്നുള്ള സംഭവം സിനിമയിലെ ഈ സാധനം കണ്ടിട്ടില്ല. അതിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയാലും പിന്നെ ഇതിന് കുറച്ച് നാൾ മുന്നേ തന്നെ മറ്റേ പത്തനംതിട്ടയിൽ നടന്ന, പത്തനംതിട്ടയിൽ തന്നെ മറ്റേ പത്തനംതിട്ട ഫേമസ് ആയി ആ നരബലിയൊക്കെ. അതും ഇതേപോലെ എക്സ്ട്രീം ആയിട്ട് ഉള്ള സാധനമാണ്. അല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. മറ്റേ 10 പേര് മരിച്ചത് നോർത്ത് ഇന്ത്യയിൽ, ഹൗസ് ഓഫ് ബുരാരി, അത് 10 പേര്, 10-11 പേരാണ്. അതും ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസത്തില് എല്ലാരും ഒരേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്തതാ. പിന്നെ ഈ വിശ്വാസം എന്ന് പറഞ്ഞാലേ ഇതിപ്പം നല്ല മറ്റേ സയൻസ് ഫിക്ഷൻ ബുക്ക് വായിച്ചിട്ട് സൂയിസൈഡ് ചെയ്തവരുണ്ടല്ലോ, ഏലിയൻ ആയിട്ട് ജനിക്കും. അതിപ്പോ ദൈവം ബേസ്ഡ് ആണോ എന്ന് വെച്ചാൽ അത് അറിഞ്ഞപ്പോ വിശ്വാസം പല കൈൻഡ് ഓഫ് അന്ധവിശ്വാസം ഉണ്ട്. അതൊക്കെ അത് പറയാനില്ല. ഒരു വിശ്വാസം അടുത്ത ജന്മത്തില് ഇതാവുന്നൊക്കെ വേറെ പ്ലാനറ്റ് അങ്ങനെ എന്തോ കഥയൊക്കെ വായിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഇവിടെ അല്ലായിരുന്നു, അത് ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇപ്പൊ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഇതായപ്പോഴത്തേക്കും ഇതൊക്കെ കുറച്ച് കുറയോന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിൽ ഭയങ്കര വൈഡ് സ്പ്രെഡ് ആയിട്ട് ഈ സാധനങ്ങള് അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയല്ലേ അവർക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സംഭവം കൂടിയിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ ഭയങ്കര റിച്ചും ആയിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ അങ്ങനത്തെ ഇത് കുറച്ചുകൂടെ സ്പ്രെഡായി. ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ട് എന്ന് കുറച്ചുകൂടെ ആൾക്കാർ അറിഞ്ഞപ്പോൾ കുറെ കൂടെ ആൾക്കാർ വരാൻ അങ്ങോട്ട് പോരാ. അല്ല, ഇടയ്ക്ക് എന്താ പൂജയൊക്കെ ഇനി ഓൺലൈൻ നടത്താൻ അങ്ങനെ എന്തോ ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ടെന്ന് കേട്ടോ. അങ്ങനെ പൂജയൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഈ ഇത് ഹിന്ദു ആ റിലീജിയൻ മാത്രമല്ല, എല്ലാ റിലീജിയനും ഇപ്പം ഇത് സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. രാവിലെ 5 മണിക്ക് 6 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഈ മോർണിംഗ് പ്രാർത്ഥനയൊക്കെ കേൾക്കാം. അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ പ്രാർത്ഥന കേൾക്കാം. പിന്നെ സ്വർഗത്തിലെ കുറെ കാര്യങ്ങളെ കുറിച്ച് കേൾക്കാം. പലതരം ഫീച്ചേഴ്സിനെ കുറിച്ച് അറിയാം. എന്തായാലും സോഷ്യൽ മീഡിയ നന്നായിട്ട് എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏത്യസ്റ്റ് അതാണ് കുറച്ച്. എനിക്ക് തോന്നുന്നു ഏത്യസ്റ്റുകാർ കുറച്ച് ഡൗൺ ആയ പോലെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം കുറെയൊക്കെ ഏത്യസ്റ്റുകൾ ഭയങ്കര അരഗൻസിയും ഫീൽ ചെയ്യും. പിന്നെ ആ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ് ഭയങ്കര ലിമിറ്റഡ് ആയി പോകണം. എന്ന് വെച്ചാൽ മറ്റവരാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ തരും. മറ്റേ എവർക്കാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ മറ്റേ അപ്പൊ അത് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതും കുറച്ചുകൂടെ ഒന്ന് മാറ്റാനാണ് സ്റ്റൈല് മാറ്റി പിടിക്കുന്നത്. അല്ല, അത് കുറച്ച് ഇത് വേണം. എന്നാലേ അവർക്കൊരു സംശയമെങ്കിലും കൊടുക്കണം. ഇത് സത്യമാണോ, ഇത് സത്യമാണെന്നുള്ള ഒരു വിശ്വാസിക്ക് ഇത് സത്യമാണെന്നുള്ള ഒരു ഉറപ്പുള്ള വിശ്വാസത്തിന് പകരം സത്യമാണോ അല്ലയോ സംശയത്തിന്റെ ഒരു നിഴലെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാ. ഈ ആൾക്കാരെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കണം, ക്യൂരിയസ് ആക്കണം. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് കൂടുതൽ ആൾക്കാരെ ചോദിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറെയൊക്കെ ഇത് ആൾക്കാർക്കിടയിലുള്ള ഈ ഒരു കൺഫ്യൂഷൻ ഒക്കെ തന്നെ മാറും. ഇത് ചില ആൾക്ക് ചിലപ്പോഴൊക്കെ എല്ലാവർക്കും ഡൗൺ സൈഡ് ഉണ്ടാവും. ആ ഡൗൺ സൈഡിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് കുറെ പേര് ഇങ്ങനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാനാ, നമ്മൾ ആ ഒരു സമയത്ത് ബാക്കിയുള്ളവർ പറയണത് നമ്മളങ്ങ് നമ്മൾ അതേപോലെ ചെയ്യാന്ന് വിചാരിക്കും. അതാണ് കുറെ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യണത് എനിക്ക് തോന്നി. അല്ല, ഇവിടുത്തെ കേസിൽ തന്നെ ആ അമ്മ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് കയറ്റി വിടാനുള്ള ഒരു ഇത് കാണിച്ചു. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. സാധാരണ അവര് ആദ്യം ഇങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാരന്റെ കൂടെ ഉള്ള കുറച്ച് ഈ അനുയായികളുണ്ടല്ലോ, സ്ത്രീകളാണെന്ന് തോന്നുന്നു. അവര് ഇവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടതിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അതാണ്. അപ്പൊ അങ്ങനെ ഒരു കാരണം വെച്ചാൽ അത് എനിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിയർ പ്രഷർ ആണ്.
ഇപ്പൊ നമ്മളാണേലും ഈ ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അവര് എല്ലാരും കൂടെ നിന്നിട്ട് ഇങ്ങനെ ഈ സാധനം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്യുമ്പോൾ നമ്മളങ്ങ് വാങ്ങിച്ചു പോകില്ലേ, നമുക്ക് ആ സാധനം വേണ്ടിയിരിക്കും. പക്ഷെ അങ്ങനെ വാങ്ങിച്ചു, അതൊരു ഹ്യൂമൻലി ഉള്ള സാധനമാണ്. തുണി എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ട് ഇവിടെ വാങ്ങിക്കാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണ ഒരു നമുക്ക് തന്നെ അനുഭവം ഇല്ലേ, നമുക്ക് ഒരാവശ്യമില്ലാത്ത സാധനം ആയിരിക്കും പക്ഷെ വാങ്ങിച്ചു പ്രഷർ ചെയ്തിട്ട് അങ്ങ് വാങ്ങിക്കും. ചിലരെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം പ്രഷറാണ്. എനിക്ക് ആ ചാലയില് നമ്മള് സ്ക്വിഡ് ഗെയിമിന് വേണ്ടിട്ട് ഒരു സ്ഥലം പോയപ്പോ അങ്ങേര് വേറെ ഒരിടത്ത് പോയാലും ഇനി കിട്ടൂല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലോകം തീർന്നു, അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. അത് എനിക്കൊരു കോട്ടം തോന്നിരുന്നു. അപ്പോഴും അത് മറ്റേ ഇറുകി പിടിച്ച് ഈ ബട്ടൺ പൊട്ടാറായിട്ട് അളവ് സെറ്റ് എനിക്കിങ്ങോട്ട് അനങ്ങാനേ പറ്റുന്നില്ല. ശ്വാസം കിട്ടില്ല, എന്നാലും പുള്ളി സൂപ്പർ പെർഫെക്റ്റ്. നമ്മളൊന്നും അവിടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അതാ അങ്ങനത്തെ ഇങ്ങനെ പ്രഷർ ചെയ്യാ ആൾക്കാർ എല്ലാരും കൂടെ. അല്ല അത് മിക്കവരും ഉണ്ടോ നമ്മളോടത്ത് കയറിയിട്ട് വാങ്ങാതെ പോകുന്ന കാണാനെങ്കിലും എന്തെങ്കിലും മേടിക്കണമെന്നുള്ള അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇടയ്ക്ക് ഉണ്ട്. അനുഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായിരിക്കും പുള്ളിക്കാരുടെ അമ്മയ്ക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യർക്കേ, ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്, JSR എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ. പക്ഷെ നമ്മൾ ഇവോൾവ് ചെയ്ത നമ്മൾ വംശനാശം വരാതെ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ചെറിയൊരു ബ്രെയിനിൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാനുള്ള സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ഇമാജിനേഷൻ ചെയ്യണ ഒരു സാധനം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇപ്പം പാട്രിയോട്ടിസം തന്നെ എല്ലാവർക്കും എല്ലാരും പാട്രിയോട്ടിസം ആകുമ്പോഴും നമുക്കൊരു ഗ്രൂപ്പ് ജനറേറ്റ് ആയി. ഇപ്പൊ വേറൊരു ശക്തിയിലൂടെ നമുക്ക് ആ ഗ്രൂപ്പിനെ വെച്ച് ഫൈറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അമേരിക്കയിലുള്ള ആളിനെ പോലും സ്വാധീനിക്കാം നമ്മളോട് ആ ഗ്രൂപ്പിന്റെ കൂടെ നിർത്തണം. അങ്ങനെ ഒരു ഇല്ലാത്ത സാധനം അസ്യൂം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ, ആ ഒരു ഭാവന. അതാണ് ഭാവനയുടെ പ്രശ്നവും കൂടെയാണ് ഇത്. ഇപ്പൊ മന്ത്രവാദം, കൂടോത്രം കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതും ഈ ഭാവന, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ, ഇങ്ങനെ ഒരു സാധനം. അതാണ് ഇതിന്റെ ഒരു ഡൗൺ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ നല്ലൊരു ഭാഗമാണ്. അതെ, നമുക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഭയങ്കര വേറെ മൃഗങ്ങളെക്കാട്ടി ഉണ്ടെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പോഴത്തെ 2026 ഇങ്ങനെ ഒരു ഇല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഒന്ന് വീണ് അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ടല്ലോ. അത് ഇതിന്റെ ഒരു നെഗറ്റീവാണ്. ഭാവന അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവാണ്, പക്ഷെ അതിന് ഇതിന്റേതായ നെഗറ്റീവ് ആസ്പെക്റ്റുകളും ഉണ്ട്. നീ പറഞ്ഞ സംഗതി മനസ്സിലായി. ശരിയാണ്. ഇപ്പൊ നീ പണ്ട് പറഞ്ഞാല് മറ്റേ എയ്ത്തിസ്റ്റുകാരല്ലേ, മീൻസ് എയ്ത്തിസ്റ്റല്ല, ഇപ്പൊ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്കാണല്ലോ ഈ കണ്ടിന്യൂസ് പ്രശ്നങ്ങൾ വരുമ്പോഴേ ചിലപ്പോ എനിക്ക് വേണം അവര് തന്നെ ഇതിലോട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണ് ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. നമുക്ക് ഇപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നമായി നമുക്ക് ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു ഹെൽപ്പ് എവിടെന്നെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വിളിച്ചൊക്കെ പോകും, എന്തെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യാം. അതിന് അതൊരു പ്രശ്നമല്ല. പക്ഷെ ഇപ്പം ചിലപ്പം ഈ മതപരമായിട്ടുള്ള സാധനങ്ങളിലാണെങ്കിൽ മറ്റേ രീതിയിൽ ചിന്തിക്കാനേ പാടില്ല, അല്ലെങ്കിൽ അത് റോങ് ആണ് എന്നുള്ള രീതിയിൽ കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. അതാണ് അതിൻ്റെതായിട്ട് ഒരു പ്രശ്നം. ഇപ്പം ദൈവവിശ്വാസമുണ്ട്, വിശ്വാസം ഇല്ല, അങ്ങനെ എന്താണോ ചിന്തിക്കുക, അതൊന്നും ഒരു റോങ്ങേ അല്ല. അതെ, എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും വിഘ്നേഷും കൂടെ ടൈമിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴ് ഇങ്ങനെ സീരിയസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ലുലു മാളില് ഇവിടെ ഇതിലിരിക്കുമ്പോഴും മറ്റേ മറ്റേ ക്രിസ്മസിന്റെ ഒരു സാധനം വെക്കണം. അപ്പഴേ അവിടെ നിന്ന് നമ്മൾ മാറിയിരുന്നു, അപ്പഴേ അത് വന്ന് തറ വന്ന് വീണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ പോയപ്പോഴ് തിയേറ്റർ കത്തി ഒരു മണം.
ഒരു മണം. തിയേറ്റർ നോക്കിയപ്പോഴും ഇവിടെ എന്തോ ഒരു പുക പറഞ്ഞ് തിയേറ്റർ കത്തി. പിന്നെ തിയേറ്ററിൽ നിന്ന് എല്ലാരും ഒഴിപ്പിച്ചു വിട്ട് അങ്ങനെ ഒരു സംഭവം. അതിനുശേഷം ഇവിടെ കോഫി ഹൗസിൽ പോയി. കോഫി ഹൗസിൽ പോയപ്പം കട്ട്ലേറ്റ് വാങ്ങി. കട്ട്ലേറ്റിൽ നിന്ന് വാങ്ങിയപ്പോഴും ഇത്ര ഒരു കോൺക്രീറ്റ് ആണി. ഞാൻ വിചാരിച്ച് ചിക്കൻ്റെ എല്ലും എല്ലാം ആയിരിക്കും. ചിക്കൻ കട്ട്ലേറ്റ് ആണ്. നോക്കിയപ്പോഴും കോൺക്രീറ്റിന്റെ ആണി. അപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കൂടുതലാണെന്ന് വിചാരിച്ചല്ലേ ഐസാനോട് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് എനിക്ക് പറഞ്ഞ ആരെ പണി കൊടുക്കാൻ വേണ്ടി നിന്റെ പുറകെ ആരോ ഉണ്ടായിരുന്നു. അത് വിഘ്നേശൻ നിന്റെ എത്തിസം മാറ്റാനായിട്ട് അവൻ ചെയ്തായിരിക്കും. അതെ, പക്ഷെ ഇങ്ങനെ സീരീസ് ഓഫ് ഇവന്റ്സ് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എന്താ പറയാ, എങ്ങനെയോ കോയിൻസിഡൻസ് ആണ്. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരാൾക്ക് ഒരു സാധനം ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഭാവന വർക്കാവും. അപ്പം നമ്മൾ വിചാരിക്കും ഇതിന്റെ ബിഹൈൻഡ് സീൻസിൽ എന്തോ ഉണ്ടായിരിക്കുമല്ലോ. അത് നമുക്ക് ആ സംഭവം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ നമ്മള് അങ്ങനെ റീസൺ കണ്ടുപിടിക്കാം. നമുക്ക് ഈ അൺനോൺ ആയിട്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. എന്തേലും ഒരു റീസൺ കണ്ടുപിടിക്കും. ഇപ്പൊ ദൈവം തന്നെ, അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ സാധനം ഒരു അൺനോൺ എൻറ്റിറ്റി ആണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പാടായിരിക്കും. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുക, വിഗ്രഹം ഉണ്ടാക്കുക, ഗ്രൂപ്പാക്കുക, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ആയി. അങ്ങനെയാണെന്ന് തോന്നുന്നു. അൺനോൺ മാറ്റേഴ്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായ അല്ലെ, എങ്ങനെയായിരിക്കും ലിങ്ക് അപ്പ് ചെയ്യുന്നത്? അതെ അതെ, ഇങ്ങനത്തെ പല പല അനിഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായ നിങ്ങൾ കോയിൻസിഡൻസ് ആയിട്ട് വെക്കുവോ, അതോ നിങ്ങൾ അതോ രാവിലെ കണ്ട ആളിനെ കുറ്റം പറയും? ശരിയാണ്, കണി ഒരു പ്രശ്നമാണ്. കണ്ടു വന്നു തുടങ്ങി. അത് പറയും. അല്ല, ഈ അറിഞ്ഞൂടാത്ത സംഭവം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്തുണ്ടെന്ന് ആലോചിക്കുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. ഇതിന് ഒരു എക്സ്റ്റേണൽ ശക്തിയാണോ ഇതിന് പിന്നിലെന്നൊക്കെ ഇങ്ങനെ ചിന്ത വരാൻ സാധ്യത കൂടുതലാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും കൂടോത്രത്തിൽ. നീ ആരെയാണ് ബ്ലെയിം ചെയ്യാറ്? പറ. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ ലോജിക്കലി ചിന്തിക്കാനേ നോക്കത്തുള്ളൂ. ലോജിക്കലി ചിന്തിച്ചിട്ട് എന്തേലൊക്കെ ശക്തി കാണുമെന്ന് വിചാരിക്കും. ലോജിക്കലി ചിന്തിച്ച് മറ്റേ ആപ്പ് ഇൻസ്റ്റാൾ അല്ല, പക്ഷെ ആ ഒരു ഫ്രീഡം ടു തിങ്ക് വാട്ട് എവർ വി എന്തെങ്കിലും ബട്ട് വൈ എന്ന് ചോദിക്കുക നമ്മള്. അതെ, എന്തിനെ എങ്ങനെ വേണോ ചിന്തിക്കാം, അതിന്റെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് എപ്പോഴും വേണം. അതാണ് നമ്മുടെ ഒരു ഇതാണോ അതാണോ എന്നൊരു സംശയമെങ്കിലും വേണം. അതെ, അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് ഇപ്പം വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും നോ ഇഷ്യൂസ്. കാരണം നിങ്ങൾ ഈ അന്ധവിശ്വാസം ബാക്കിയുള്ളവർക്ക് ബിസിനസ്സാ, അവര് നല്ല രീതിയിൽ ചൂഷണം ചെയ്യും. നമ്മുടെ ഈ ഒരു വിശ്വാസത്തെയാണ് അവര് ചൂഷണം ചെയ്യുന്നത്. അത് ഈ പുള്ളിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ എത്രയോ ദിവസമൊക്കെ മുന്നേ ബുക്ക് ചെയ്യണം. അത്രയ്ക്ക് ഡിമാൻഡ്. ഇപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ തിരുവനന്തപുരവും കൊല്ലം വരെയല്ലേ പോയുള്ളൂ. പത്തനംതിട്ട ഒന്ന് ടച്ച് ചെയ്തല്ലേ? പത്തനംതിട്ട ടച്ച് ചെയ്തു. ഇനി അടുത്തത് കൊച്ചിനെ പരാമർശിച്ചു. ശരിയാണ്. ഇപ്പൊ നമുക്ക് ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. നമ്മളെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് നമ്മള് പ്രസന്റ് ചെയ്തത്. അതിന്റെ സീരിയസ്നെസ് നമുക്ക് അറിയാം, എന്നാലും ഒരു അല്ല, ഇതൊരു ഇങ്ങനെ സംസാരിച്ച് പോയപ്പോ ഒരു കാഷ്വൽ ആയി പോയതാണ്. ഈ ഇങ്ങനത്തെ മുതലെടുപ്പുകൾ സീരിയസ് ഇഷ്യൂസ് തന്നെയാണ്. നിങ്ങളും അങ്ങനെയുള്ളതിൽ പോയി പെടാതിരിക്കുക പറയാനുള്ളത്. വിശ്വാസം നല്ലത് തന്നെയാണ്. ഈ ഒരുപാട് അങ്ങ് ഓവർ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. മുതലെടുക്കുന്നത് നേരത്തെ മനസ്സിലാക്കുക, അതാണ് ഏറ്റവും വലിയ വഴി. അതെ. അപ്പോൾ ഗൈസ്, ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി പോഡ്കാസ്റ്റ് ആയിരിക്കും ഇനി വരും കാലങ്ങളിൽ വരാൻ പോകുന്നത്. എന്തായാലും ഇന്നേക്കൊരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുതിയ സെറ്റപ്പിലായിരിക്കും. അപ്പോ 2 ആഴ്ച കഴിയുമ്പോൾ പുതിയ സെറ്റപ്പിലായിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്ത ഒരു 50 പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒരു വാമപ്പ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അതെ, 3 വർഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു വാമപ്പ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. സ്റ്റുഡിയോ അപ്പുറത്ത് വരുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ പോഡ്കാസ്റ്റ് എങ്ങനെയാണ്, കേരളത്തിന്റെ പോഡ്കാസ്റ്റ് ഗതിയെ തന്നെ നമ്മൾ ചിലപ്പോൾ തിരിച്ചു വിട്ടെന്ന് എങ്ങോട്ടാ
അതുകൊണ്ട് ഗോകുലം ഗോപാലൻ ചോദിക്കണേ എന്ത് ഹൈപ്പാടാ നിനക്ക്, എന്തൊരു ഹൈപ്പാടാ നിനക്ക്. അവലല്ലേ നടന്ന ഹൈപ്പ് തുമ്മിയ ഹൈപ്പ്. അതൊക്കെയായിരുന്നു നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ പോഡ്കാസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയുക. ഈ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വിശ്വാസം നല്ലതാണോ, അല്ലെങ്കിൽ ഇത്രയും ഈ ബാധ പോലുള്ള സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊരു സയന്റിഫിക് സൈഡ് ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക. നമ്മൾ അങ്ങനെ അധികം സയന്റിഫിക് സൈഡൊന്നും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ഇതില് സയന്റിഫിക് സൈഡ് ചർച്ച ചെയ്യാനുള്ള ഇല്ലല്ലോ. അതാണ് സത്യം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക. അതിനോട് വിയോജിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ഇടുക. അപ്പോൾ വേറൊരു നല്ലൊരു പോഡ്കാസ്റ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെയൊക്കെ ബൈ.